പ്രൈസ് ലോർഡ് ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്രഹാമിനും വാഗ്ദത്തം ദൈവം കൊടുത്തിരുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തത് 75-ാം വയസ്സിലാണ്. പക്ഷേ ആ 75-ാം വയസ്സിൽ കേട്ടതായ ആ വാഗ്ദത്തം നിറവേറിയ സമയം നാം നോക്കുമ്പോൾ അബ്രഹാം ബലഹീനനായി തീർന്നിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ പ്രിയപ്പെട്ടവളായ സാറയാകട്ടെ, അവളുടെ ഗർഭപാത്രം നിർജീവമായി തീർന്നിരുന്നു. ആ നിർജീവ അവസ്ഥയിലും ആ ബലഹീന അവസ്ഥയിലും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ ദൈവം. ആ ദൈവം ഒരു വാഗ്ദത്തം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ നിറവേറുവാൻ നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമായിരിക്കില്ല, പ്രതികൂലമായ സാഹചര്യമായിരിക്കും. നാം സാഹചര്യത്തെ നോക്കി ഈ വാഗ്ദത്തം എങ്ങനെ സംഭവിക്കും, എങ്ങനെ നിറവേറുമെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ നിറവേറ്റി നൽകുന്ന ദൈവത്തെ അത്രേ നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിന് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്നവനാണ്. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ബലഹീന അവസ്ഥയിലും സാറയുടെ ഗർഭപാത്രം നിർജീവമായി തീർന്ന അവസ്ഥയിലും ദൈവം അവിടെ പ്രവർത്തിച്ച് ഒരു പൈതലിനെ കൊടുക്കുവാൻ, ഇസഹാക്കിനെ, ഒരു ചിരിക്കുടുക്കയെ കൊടുക്കുവാൻ ഇടയായി തീർന്നത്. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ യാക്കോബിനെ നമുക്ക് നോക്കാം. മാതാവിനോട്, യാക്കോബിൻ്റെ അമ്മയായ റിബേക്കയോട് കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്നു, നിന്റെ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. ഗർഭപാത്രത്തിൽ വച്ചേ അവർ യുദ്ധം തുടങ്ങി. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഏശാവിൻ്റെ കുതികാൽ പിടിക്കുവാൻ കാരണമായി തീർന്നു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു, എങ്ങനെ മൂത്തവൻ ഇളയവനെ സേവിക്കും? മൂത്തവൻ ഇപ്പോഴും അധികാരത്തിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ വാഗ്ദത്തം നിറവേറേണ്ട സമയമായപ്പോൾ യാക്കോബ് ചുവന്ന പായസം കൊണ്ട് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം നേടുവാനിടയായി തീർന്നു. അതോടുകൂടി മൂത്തവൻ ഇളയവനെ സേവിക്കുവാൻ കാരണമായി തീർന്നു. നമുക്ക് ദാവീദ് രാജാവിനെ നോക്കാം. ദാവീദ് രാജാവിന് വാഗ്ദത്തം ലഭിച്ചത് എപ്പോഴാണ്? ഇടയച്ചെറുക്കനായിരുന്ന സമയത്താണ്. ഇടയച്ചെറുക്കനായിരുന്ന സമയത്താണ്. ഒരു ഇടയന് ഒരു കാരണവശാലും ഈ ഒരു ലോകത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ രാജാവായി തീരുവാൻ സാധ്യമല്ല. ഒരു കാരണവശാലും സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് സമയമായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗോലിയാത്തിനെ തകർക്കുവാൻ ദൈവം അവിടെ ദാവീദായ ഇടയച്ചെറുക്കനെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയം ശൗൽ രാജാവ് ഒരു കാര്യം പറയുവാൻ ഇടയായി തീർന്നു. ഗോലിയാത്തിനെ കൊല്ലുന്നവന് തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കുമെന്ന്. തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കുമെന്ന്. ആ ഇടയച്ചെറുക്കൻ ഗോലിയാത്തിനെ ദൈവത്തിൻ്റെ കൃപയാൽ കൊല്ലുവാനും ഭാവിയിൽ മീഖളിനെ, അതായത് ശൗലിൻ്റെ മകളായ മീഖളിനെ വിവാഹം കഴിക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. അതോടുകൂടി ദൈവത്തിൻ്റെ വാഗ്ദത്തമായ ആ രാജ്യസ്ഥാനത്തിലേക്ക് ഇസ്രായേലിൻ്റെ 2ാം രാജാവായി ദാവീദ് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അഭിഷേകം ചെയ്തു.
ചെറിയ പ്രായത്തിലെ. പക്ഷേ അത് പ്രാപിച്ചത് വളരെ നാളുകൾക്ക് ശേഷം. ഈ ഓരോ വാഗ്ദത്തങ്ങളും നാം പരിശോധിക്കുമ്പോൾ ഉടനടി കിട്ടിയതല്ല ആ വാഗ്ദത്തങ്ങളൊന്നും. അതൊന്നും ഉടനെ നിറവേറി കിട്ടിയില്ല. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിൽ നിന്ന് വലിയവ പ്രാപിച്ച വ്യക്തികളുണ്ടോ? ദൈവം വലിയവ ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടോ? അവരുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില നാളുകളോളം, ചില വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ചെയ്തു തരും. നമ്മുടെ സാഹചര്യങ്ങളെ ഒന്നും നാം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ള, വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളും ഇന്ന് നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വിപരീതമാണെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ ആ വാഗ്ദത്തത്തെ പ്രാപിക്കുവാനായി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നൽകുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വാഗ്ദത്തങ്ങൾക്കായി കാത്തിരുന്ന് വാഗ്ദത്തങ്ങൾ, വലിയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ.